Hi dears, welcome back to our family. വെൽക്കം ബാക്ക് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഉറക്കണിറ്റുന്ന അതിൻ്റെ മൂശാട്ടിലിരിക്കുക. അപ്പം ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നമുക്ക് ചൂടാ ഇന്ന് നമുക്ക് പെഡിക്യൂർ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് അതിൻ്റെ അല്ലേ എനിക്കിന്ന് എനിക്കിന്ന് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അതാണ് ഞാൻ സെറ്റ് മുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാറായി. ഇന്നിപ്പോൾ 13ാമത്തെ ദിവസമാണ്. നാളെ ഒരു ദിവസവും കൂടെ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. അത് കഴിയുന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്. സോറി, ചൂട് അത് മുടി പോയിക്കാനുള്ളേ കുന്തിരിക്കം പോയിച്ച് വെച്ചേക്കുന്നത്, അതിന് ചൂടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കംപ്ലീറ്റ് ആവാറായി. ഞാൻ 14 ദിവസത്തെ പാക്കേജ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. സഹി ആയുർവേദയിലായിരുന്നു, കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ളത്. പക്ഷേ ഞാൻ ഹോം സർവീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവിടെ അവിടെ വരെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആദ്യമേ ഞാൻ വിചാരിച്ചു അവിടെ പോയി ചെയ്യാമെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തിരിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോടിയിട്ട് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സഹിയെന്ന് കുറേ പേര് പ്രൊഡക്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആക്ച്വലി ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ, അതാ. ചൂട് കുഞ്ഞു ബേബിക്ക് ഇന്നലെ വയ്യായിരുന്നു മീൻസ് വേറെ പ്രശ്നമൊന്നുമില്ല. കുഞ്ഞിന് ചെറിയ ചുമയുണ്ടായിരുന്നു രാത്രിയിൽ, അതുപോലെ ചെറിയ ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ചെറിയൊരു ജലദോഷം പോലെ. അങ്ങനെ കാശി കാണിക്കുന്ന ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഇപ്പോൾ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആരംഭത്തിലേ കാണിച്ചു കഴിഞ്ഞാലേ തണുപ്പും മഴയൊക്കെ അല്ലേ, ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. ഇവിടെ ആർക്കും അങ്ങനെ പനിയോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലായിടവും മഴയും കാര്യങ്ങളൊക്കെയാണ്. 11 ജില്ലകളിൽ എന്തോ അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, റെഡ് അലർട്ടോ എല്ലാം പറയുന്നുണ്ട്. മിഠായി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വാർത്തയിൽ 2000 സംതിങ് ആയി നിങ്ങളുടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമൊക്കെ എല്ലാവരും സൂക്ഷിക്കുക, കെയർ ചെയ്യുക. മുടി പോയിക്കിട്ടേന്ന് എൻ്റെ നാക്കിന് നീളമുണ്ട്. എൻ്റെ കണക്കത്തെ നാക്കാണല്ലോ. നാക്കൊണ്ട് മൂക്കിത്തടാവോ? നാക്കിന് ഭയങ്കര നീളാ. ചേച്ചി നാളെ പോവല്ലേ? ചേച്ചി ആൻറ്റി നാളെ പോവാ. കാശി ആ പൊട്ടല്ല, അത് സിന്ദൂരമാണ്, മാഞ്ഞു പോവും. ഞാനേ അപ്പം മറ്റേ പെഡിക്യൂറിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അതെ, പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്ത് സംഭവം എങ്ങനെ കഴിയുന്ന ദേ കാണാമോ? കണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ. നിറച്ചീച്ച കൊതുച്ചേ മഴയില്ലേതാ. ഭയങ്കര പാടാന്നൊരു വീഡിയോ എടുക്കല്. എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചേർത്തു. കുറച്ച് റോസ് പെറ്റൽസ് ഇട്ടിട്ടുണ്ട്, നാരങ്ങ നീര് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കാല് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഷാമ്പു ആണ്. എനിക്ക് തലയിലിടുന്ന ഷാമ്പു അല്ലല്ലോ ഇത്. ആണോ? പക്ഷെ വേറൊരു മണം പോലെ. ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രഗ്നൻ്റ് ആണ്, 8ാം മാസമാണ്, കൈയിൻ്റെ വെള്ളയും കാലിൻ്റെ വെള്ളയൊക്കെ ചൊറിച്ചില്ലെന്ന്. എനിക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അത് ചേച്ചി പറഞ്ഞു ആസ് യൂഷ്വലാണ് എന്ന് പറഞ്ഞു. ചിലർക്ക് വരാം എന്ന് പറഞ്ഞു. എനിക്കുണ്ട്. കാശിയ സമയത്തില്ലായിരുന്നു. കാലിൻ്റെ വെള്ളയൊക്കെ നല്ല ചെറിയ തടുപ്പ് പോലെ വന്നിട്ട് നല്ല ചൊറിച്ചിലാണ്. അത് 3 ദിവസം കൂടുമ്പോൾ വരും. 3 ദിവസം നിന്നിട്ട് 4ൻ്റെ അന്ന് പോവും. എന്നിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരും. അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആരോ എനിക്ക് കമൻറ്റ് ചെയ്തു എനിക്ക് കൈയിൻ്റെ വെള്ളയിൽ ചൊറിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ.
ഇപ്പോൾ കാലിൻ്റെ വെള്ളമൊക്കെ തുടങ്ങി. പക്ഷെ അത് ഭയങ്കര കാല് തറയിൽ കുത്താൻ പറ്റാത്ത നമുക്ക് ഒരു മതി വൃത്തിട്ട് ചുടിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നത്. അതിനകത്തിട്ട് വരയ്ക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഞാൻ വീഡിയോ എടുത്തോട്ടെ. ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. പെഡിക്യൂർ ചെയ്യുന്ന എന്തോ ഒരു മെഷീനാണ്. പിന്നെ നമ്മുടെ നെയിൽസ് കട്ട് ചെയ്തു. നല്ല മഴ. ഞങ്ങളുടെ കുട്ടി മാങ്ങ നിറച്ച് മാങ്ങ നിൽക്കുന്നത് കണ്ടോ? അത് സീസണൊന്നുമില്ല കേട്ടോ അതിന് തോന്നുമ്പോൾ ഒക്കെ അത് പൂക്കാറുണ്ട്, കായ്ക്കാറുണ്ട്. അങ്ങനെ പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ ഒരു വാട്ടറിൽ നമ്മുടെ വാം വാട്ടറാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഷാമ്പൂവും നാരങ്ങാനീരും ഒക്കെ മിക്സ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ കാലിറക്കി വെച്ചതിന് ശേഷം ഒരു നന്നായിട്ട് സോക്ക് ചെയ്യും. കാല് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നെയിൽസിലെ ക്യൂട്ടിക്കിൾസും അതുപോലെ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. അത് അവരുടെ കയ്യിൽ തന്നെ മറ്റേ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെഡിക്യൂർ ടൂൾസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെയിൽ നല്ല വൃത്തിയാവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സലൂണിൽ പോയി എങ്ങനെയാണോ ഒരു പെഡിക്യൂർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്ത്, അതായത് കാലിൻ്റെ വെള്ള ഭാഗത്തൊക്കെ ഉള്ള ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇത് വീഡിയോ മിസ്സായിട്ടോ, അതുകൊണ്ടിട്ടാണ് കാണിക്കാത്തത്. ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് സ്ക്രബ് നന്നായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. സത്യത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കട്ടായിപ്പോയി. ഇതൊരു പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പാക്ക് ഉണങ്ങുന്ന വരെ വെച്ചേക്കൂട്ടോ. ഉണങ്ങിയതിന് ശേഷം 2 കാലിലും അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് കാലിലെ നഖമൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ എൻ്റെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് പലതും എൻ്റെ ഇത് കട്ടായിപ്പോയി, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും കാലിലെ അഴുക്ക് കാര്യങ്ങളെല്ലാം എടുത്ത് നെയിൽസൊക്കെ കട്ട് ചെയ്ത് അതിന് ശേഷം നെയിൽ പോളിഷ് വരെ ഇട്ട് തന്നിട്ടാണ് കേട്ടോ ഈ ഒരു പെഡിക്യൂർ കംപ്ലീറ്റ് ആവുന്നത്. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പെഡിക്യൂർ കംപ്ലീറ്റ് ആയി മീൻസ് പാക്ക് ഇട്ടിട്ടുണ്ട്. പാക്ക് ഉണങ്ങിയാൽ മതി, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഞാൻ എന്തിനാണ് ഈ സാരി വാരി ചുറ്റിയിരുന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ? അതാ ഒരാവശ്യമില്ല. അത് ഓടാങ്ങോട്ട് വെച്ച നിറച്ച് ഈച്ചയാണ്. എല്ലാവരും അതൊക്കെ തന്നെ ആയിരിക്കും, മഴയായോണ്ടിട്ടേ. സത്യത്തിൽ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഞാൻ സാരി ഉടുത്തതെന്ന്. ഒരു ഗ്രിഡിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നടക്കില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഒരു കുട്ടി വ്ളോഗ്. ഇനി നാളത്തെ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈഫിലേക്കൊക്കെ പോവാം കേട്ടോ. ഇപ്പം വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ ടൈം കിട്ടാറില്ല. ഇപ്പം സമയം എത്രയാണെന്നറിയോ? വൈകിട്ട് 4:30-5 മണിയായിട്ടുണ്ട്. രാവിലത്തെ പരിപാടി തുടങ്ങിയാണ്. ഇന്ന് ബേബിക്ക് സുഖമില്ലാത്തതുകൊണ്ടിട്ട് ബേബിനോട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. കാശി അവിടെ അനക്കം തുടങ്ങി. അപ്പം ശരി, ഞാൻ പോവുക. ഇനി എന്തെങ്കിലും വിശേഷമൊക്കെ ആയിട്ട് കാണാം. നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ചേച്ചി പോവുക. ചേച്ചി ടാറ്റ ബേബി. പോവുക. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക ചേച്ചി ഇവിടെ നിൽക്കുന്നുവെന്ന്. നിൽക്കുന്നില്ല എന്ന്.